നമസ്കാരം. ഇനിയുള്ള 5 ദശകങ്ങളിലായിട്ട് ദശകം 65 മുതൽ 69 വരെ ഉള്ള ദശകങ്ങളിൽ ഭഗവാന്റെ രാസക്രീഡ വർണ്ണിക്കുകയാണ്. ശരിക്കു പറഞ്ഞ കൃഷ്ണാവതാരത്തിന്റെ പരമസാരമാണിത്. നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തത്ര പവിത്രവും ഉദാത്തവുമായ ഭഗവാന്റെ ലീല. ആത്മാവ് തികച്ചും പരിശുദ്ധമാകുന്നതിന് മുമ്പ് ഗ്രഹിക്കാൻ കഴിയാത്തത്ര നിഗൂഢം എന്നർത്ഥം. ഭഗവാന്റെ വസ്ത്രാപഹരണ ലീല പിന്നീട് നടക്കാൻ പോകുന്ന രാസക്രീഡയുടെ മുന്നോടിയായിട്ട് തന്നെ കണക്കാക്കാം. ഉള്ളിലും പുറത്തും വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വരനിൽ നിന്നും ഒന്നും മറയ്ക്കാനില്ല. അജ്ഞാനം മൂലം ഗോപകന്യകൾക്കുണ്ടായ ലജ്ജ ശരീരാഭിമാനത്തിന്റെ നാമ്പാണ്. കൃഷ്ണൻ പരമാത്മാവാണ്. പരമാത്മാവിനെ പ്രാപിക്കുന്നതിന് ലജ്ജയും അഭിനിവേശവും പ്രതിബന്ധമാണ്. വസ്ത്രാപഹരണ ലീല കൊണ്ട് കൃഷ്ണൻ അവരുടെ ആ പ്രതിബന്ധത്തെ നീക്കി അവരിൽ ഭക്തിയുടെ പാരമ്യതയായ താതാത്മ്യഭാവം ഉണ്ടാക്കി. താതാത്മ്യഭാവത്തിനും ഭക്തകൾക്കും ഇടയിൽ മറയായി നിന്നിരുന്ന ലജ്ജ നശിച്ചപ്പോ ശരീരവിസ്മൃതി ലഭിച്ചു. കലവറ കൂടാതെ ഭഗവാനെ നമസ്കരിക്കാനും സാധിച്ചു. കാത്യായനി വ്രതാനുഷ്ഠാനത്തിന്റെ അവസാനത്തിൽ കൃഷ്ണൻ ഗോപസ്ത്രീകൾക്ക് വാക്കുകൊടുത്തിരുന്നല്ലോ, കൃഷ്ണനെ ഭർത്താവായി ലഭിക്കണമെന്ന ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാം എന്ന്. അതനുസരിച്ച് ശരത്കാലത്തിലെ പൂർണിമ മുതൽ 27 ദിവസങ്ങൾ കൃഷ്ണൻ യമുനാ പുളിനത്തിൽ ഗോപസ്ത്രീകളോടുകൂടി ആടിപ്പാടി രമിച്ച സംഭവമാണ് രാസക്രീഡ. അപ്പോ കൃഷ്ണന് വയസ്സ് 11. ഗോപികളാകട്ടെ പല പ്രായക്കാർ, വിവാഹിതകളും കന്യകകളും. മൊത്തത്തിൽ സ്ത്രീകളുടെ എണ്ണം 110 കോടി. പുരുഷനായി കൃഷ്ണൻ ഒരാൾ മാത്രം. യമുനാ പുളിനത്തിൽ ഇത്ര വളരെ ജനങ്ങൾക്ക് ആടാനും പാടാനും വിഹരിക്കാനും സ്ഥലം മതിയാവുമോ? ഇവിടെയാണ് കൃഷ്ണന്റെ ദിവ്യ വിഭൂതികൾ ചിറകടിച്ച് പറക്കണത്. ഭഗവാന്റെ യോഗമായയ്ക്ക് സാധിക്കാത്തത് എന്താ ഉള്ളത്? കൃഷ്ണാവതാരത്തിന് മുമ്പ് തന്നെ ബ്രഹ്മാവ് ദേവന്മാരോടും ദേവസ്ത്രീകളോടും അപ്സരസുകളോടും വൃന്ദാവനത്തെ ഗോപഗോപീ ജനങ്ങളായി ജനിക്കാൻ ആജ്ഞാപിച്ചിരുന്നല്ലോ. ഇക്കൂട്ടത്തിൽ കൃഷ്ണലീലകൾ ആസ്വദിക്കാൻ വേണ്ടി ഒട്ടേറെ ഋഷിമാരും വൃന്ദാവനത്തിൽ ജനിക്കേണ്ടായി. എന്തിന്? ഉപനിഷത്തുക്കൾ പോലും സ്ത്രീരൂപം പൂണ്ട് രാസോത്സവത്തിൽ പങ്കെടുത്തു എന്നാണ് പറയണേ. ഗോപികൾ ഈശ്വരപ്രാപ്തിക്ക് ഉപയോഗിച്ച മാർഗം ഭക്തി. ഭക്തിക്ക് ദാസ്യം, വാത്സല്യം, സഖ്യം, പരപ്രേമം മുതലായി പല ഭാവങ്ങളുണ്ട്. ഇവയിൽ പരപ്രേമം എന്ന മധുര ഭാവമാണ് ഗോപികൾ അവലംബിച്ചത്. പ്രേമഭക്തിയുടെ അത്യുച്ഛ ശൃംഗമാണ് മധുരഭാവം. സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം ഉണ്ടാകുന്ന ആകർഷണത്തിന്റെ ശുദ്ധ സാത്വികവും അലൗകികവുമായ വികസനം ആണ് മധുരഭാവം. അത് ഈശ്വരപ്രേമം ഒട്ടിട്ട് പുഷ്പിച്ചതാണ്. ഈ ഭാവത്തെ വിവരിക്കാൻ വാക്കുകൾക്ക് കഴിയില്ല. ഇതിനോട് കിടപിടിക്കുന്ന മറ്റൊരു ഭാവോ രസോ ഇല്ലതാനും. എങ്കിലും ഭക്തന്മാരും സിദ്ധന്മാരും ശൃംഗാരരസത്തിന്റെ വിവിധ ഭാവങ്ങളെയും രൂപകങ്ങളെയും കൊണ്ട് മധുരഭാവത്തെ വർണ്ണിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ മധുരഭാവം നവരസങ്ങളെയും അതിക്രമിക്കുന്ന 10ാമത്തെ രസമാണ്. ശൃംഗാരത്തെയും കടന്നൊരു നിലയാണ് അതിനുള്ളത്. ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ട് ശൃംഗാരത്തിന്റെ ശൈലിയിൽ മധുരഭാവം വർണ്ണിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. ഭക്തിയുടെ ഉന്മാദ നിലയിലുള്ള മധുരഭാവത്തെ ലൗകിക ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പ്രയാസം, വിമർശിക്കാൻ എളുപ്പം. മനസ്സിലാകാത്തതുകൊണ്ട് വിമർശകന്മാർ മധുരഭാവത്തിനെതിരെ വാളുയർത്തുന്നു. മധുരഭാവത്തിൽ കൂടി ഈശ്വരനെ പ്രാപിച്ച ഭക്തകളുടെ ആനന്ദ നൃത്തമാണ് രാസക്രീഡ. ബ്രഹ്മാനന്ദ പീയൂഷ രസാസ്വാദനം ആണ് രാസലീലയിലെ സ്ഥായീഭാവം. ശ്രീരാമകൃഷ്ണദേവൻ രാസലീലയെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: മനസ്സിൽ നിന്നും കാമവാസന നിശേഷം നീങ്ങാതെ ഗോപികളുടെ മധുരഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കയില്ല. അവർ മധുരഭാവത്തിന്റെ മൂർത്തിമത് ഭാവങ്ങളാണ്. സച്ചിദാനന്ദ സ്വരൂപനായ കൃഷ്ണനെ കണ്ട മാത്രയിൽ ഗോപികളുടെ ഭാവാവേശം എന്തായിരുന്നു? വിഷയസുഖത്തേക്കാൾ എത്രയോ കോടി വിപുലമായിരുന്നു അവരുടെ ആനന്ദം. കൃഷ്ണന്റെ ദേഹത്തുനിന്നും ഉതിർന്ന ആത്മജ്യോതിസ് അവരെ തഴുകിയതും ശാരീരികമായ കാമസുഖത്തേക്കാൾ കോടി മഹത്തായ അമൃതാനന്ദത്തിന്റെ ആസ്വാദനം അവർക്ക് ഓരോ രോമകൂപങ്ങളിൽ കൂടിയും ലഭിച്ചു. അപ്പോൾ
അവർക്ക് ബാഹ്യപ്രജ്ഞയേറ്റു. തുച്ഛമായ കാമസുഖമെവിടെ? ബ്രഹ്മാനന്ദമെവിടെ? ലൗകികമായ വിഷയവാസനയുടെ ഗന്ധലേശം പോലും അവരിൽ ഇല്ലായിരുന്നു. ഗോപീ പ്രേമത്തെപ്പറ്റി സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ സ്വയം വിശുദ്ധി സമ്പാദിക്കുക. ഗോപികളുടെ പ്രേമചരിതം വർണ്ണിക്കുന്നത് ശുകദേവനാണെന്നും ഓർക്കണം. വ്യാസപുത്രനും നിത്യശുദ്ധനും ആ ജന്മ പവിത്രനുമായ ശുകനാണ് ഗോപികളുടെ അദ്ഭുത പ്രേമത്തിന്റെ ചരിത്രകാരൻ. ലിംഗഭേദങ്ങളെക്കുറിച്ചും ധനമാനങ്ങളെക്കുറിച്ചുമുള്ള ആശയങ്ങൾ സദാ തിളച്ചു പൊന്തുന്ന ഹൃദയങ്ങളുള്ളവരാണ് ഗോപികളുടെ പ്രേമം വിമർശിക്കാനും ഗ്രഹിക്കാനും പുറപ്പെടുന്നത്. കഷ്ടം തന്നെ. സമസ്തവും വെടിയാതെ മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാൻ വയ്യാത്തത്ര പാവനമാണിത്. രാസലീലയിൽ എന്താണ് ആനന്ദാനുഭൂതിയുടെ ഉന്മത്തത, പ്രേമത്തിന്റെ ലഹരി? ഇതിൽ ശിഷ്യരും ഗുരുക്കന്മാരും ഉപദേശങ്ങളും ശാസ്ത്രങ്ങളുമൊക്കെ കലർന്നൊന്നായിരിക്കയാണ്. ഒപ്പം ഭീതിയും ഈശ്വരനും സ്വർഗവും എല്ലാം എടുത്തു ദൂരെ എറിഞ്ഞിരിക്കയാണ്. മിച്ചം പ്രേമാനന്ദം മാത്രം. ഇത് വിശ്വവിസ്മൃതിയാണ്. പ്രേമിക്കുന്നയാൾ കൃഷ്ണനെയല്ലാതെ മറ്റൊന്നും ലോകത്തിൽ കാണുന്നില്ല. എല്ലാവരുടെയും മുഖം കൃഷ്ണന്റേതായി ചമയുന്നു. സ്വന്തം മുഖം പോലും കൃഷ്ണന്റേതായി മാറുന്നു. സ്വന്തം ആത്മാവിൽ കൃഷ്ണന്റെ നിറം പുരളുന്നു. അതത്രേ മഹാനായ കൃഷ്ണൻ. നിങ്ങളുടെ മസ്തിഷ്കത്തിന് ആ ഉന്മാദം പിടിവിടുമ്പോൾ, അനുഗ്രഹീതരായ ഗോപികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ, പ്രേമമെന്നാൽ എന്തെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. പ്രപഞ്ചമാസകലം മാഞ്ഞുമറയുമ്പോൾ, മറ്റു പരിഗണനകളെല്ലാം അറ്റുപോകുമ്പോൾ, മറ്റൊരുദ്ദേശവുമില്ലാതെ സത്യാന്വേഷണ ലക്ഷ്യം പോലും വേർപെട്ട് നിങ്ങൾ വിശുദ്ധ ഹൃദയരാകുമ്പോൾ പിന്നെ മാത്രമേ ആ പ്രേമത്തിന്റെ ഉന്മാദവും ഗോപികളുടെ ആ അതിരറ്റ പ്രേമത്തിന്റെ, പ്രേമാർത്ഥമായ പ്രേമത്തിന്റെ കരുത്തും ഊക്കും നിങ്ങൾക്ക് കരഗതമാകൂ. അതാണ് ലക്ഷ്യവും. ഇതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. ശ്രീകൃഷ്ണൻ ദിവ്യലീലകളാൽ ബ്രഹ്മാവിനെ ജയിച്ചു, ഇന്ദ്രനെ ജയിച്ചു, വരുണനെ ജയിച്ചു, അഗ്നിയെ ജയിച്ചു, ഒടുവിൽ രാസക്രീഡ മൂലം കാമദേവനെയും ജയിച്ചു. 11 വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ്ണൻ യോഗമായ കൊണ്ട് 110 കോടി ഗോപസ്ത്രീകൾക്ക് അത്രയും കൃഷ്ണന്മാരെയും സൃഷ്ടിച്ചു. 2 ഗോപികളുടെ മധ്യത്തിൽ ഒരു കൃഷ്ണൻ എന്ന ക്രമത്തിന് വൃത്താകാരത്തിൽ രാസമണ്ഡലം രചിക്കപ്പെട്ടു. മണ്ഡലത്തിന്റെ ഒടുവിൽ മദനമോഹനനായ മുരളീഗാനവിലോലൻ ഓടക്കുഴലൂതി ഗോപികളെ ആകർഷിച്ചു, അവരെ രമിപ്പിച്ചു. ഇനി തുടർന്നുള്ള അധ്യായങ്ങളില് രാസക്രീഡയെപ്പറ്റി വർണ്ണിച്ച് കേൾപ്പിക്കാണ് ശ്രീ മേൽപ്പത്തൂര് ഭഗവാനെ.